പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് മണി മാനിഫെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഹാബിറ്റ്, ഈ ഒരു തിരിച്ചറിവില്ലായ്മയാണ് നിങ്ങളെ ഒരു പുവറായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഹാബിറ്റ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ആ ഹാബിറ്റ് എന്ന് കടക്കുന്നതിന് മുന്നേ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഫ്രീ ടിപ്പുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതുകൂടാതെ ഇതേ വാട്സാപ്പ് ഗ്രൂപ്പിലായിരിക്കും ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന നമ്മുടെ പെയ്ഡ് ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. യൂട്യൂബിന്റെ കമന്റ് സെക്ഷനിൽ ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. ഓക്കെ, അപ്പൊ എന്താണ് നമ്മളെ ഓരോ മനുഷ്യന്മാരെയും തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്ന, മണി നമുക്ക് കൂടുതലായിട്ട് ആകർഷിക്കാൻ നമ്മുടെ ലൈഫിൽ പറ്റാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാബിറ്റ് എന്താണ്, ആ ഒരു ഇമോഷൻസ് എന്തൊക്കെയാണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മണി ഒരു എനർജിയാണെന്ന് തിരിച്ചറിയാം. കാശ് ഒരു എനർജിയാണെന്ന് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നോ അന്ന് മുതൽ നിങ്ങളുടെ ലൈഫിൽ മണി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം മണീസ് ആൻഡ് എനർജിയും തിരിച്ചറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മണിയായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ കോപ്പപ്പ് ചെയ്യുകയും നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ മാറ്റുകയും അതിനെ പിവട്ട് ചെയ്യുക. ഓക്കെ, പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുള്ളത് എന്താ പറയുക, ഈ നെഗറ്റീവ് തോട്ട് പ്രോസസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ കോൺസ്റ്റന്റ് പോണ്ടറിങ് ഓഫ് ദി ഓപ്പോസിറ്റ് എന്നാണ് പതഞ്ജലി മഹർഷി പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള മണിയായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ വരിക, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മണി എനർജി ചേഞ്ച് ചെയ്യും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കൂടുതൽ മണി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, യൂട്യൂബിന്റെ കമന്റ് സെക്ഷനിലുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ